ഞാൻ രാജി. ഇന്ന് ഞാൻ ഡയമണ്ട് കട്ട്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് മാവിന് കുഴയ്ക്കാനുള്ള സാധനങ്ങളും ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കിയതിനു ശേഷം സിറപ്പ് ഉണ്ടാക്കാനും ഫ്ലേവറിനുള്ള സാധനങ്ങളുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും മാവ് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള ചൂടുവെള്ളവും 1 മുട്ടയും 1 ടേബിൾ സ്പൂൺ എണ്ണയും 1 നുള്ള ഉപ്പുമാണ് എടുത്തിരിക്കുന്നത്. ഇനി പഞ്ചസാര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാരയും 3/4 കപ്പ് വെള്ളവും ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ ചുക്കുപൊടിയും 1/2 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ മൈദയും ഗോതമ്പ് പൊടിയും ഉപ്പും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഈ മുട്ട ഇട്ട് കൊടുക്കാം. ഇനി ഈ ഓയിൽ ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് വെക്കണം. ഇപ്പോൾ ഞാൻ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് നേരത്തേക്ക് മൂടി വെക്കാം. ഇപ്പോൾ ഇത് 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്താൻ തുടങ്ങാം. ചപ്പാത്തിയേക്കാളും കുറേ കൂടെ കനം കുറച്ച് വേണം പരത്തുമ്പോൾ. അതാണ് ഒരു വ്യത്യാസമുള്ളത്. ഇപ്പോൾ ഞാനിത് തിന്നായിട്ട് നല്ല കനം കുറച്ച് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യാം. ഡയമണ്ട് കട്ട്സിന്റെ ഷേപ്പിൽ കട്ട് ചെയ്യാം. ഇങ്ങനെ ആദ്യം ഇതുപോലെ വെച്ചിട്ട് കുറുകെ കൂടെ ഇങ്ങനെ കട്ട് ചെയ്യണം. ഇപ്പോൾ ഞാനിത് ഡയമണ്ട് കട്ട്സിന്റെ ഷേപ്പിൽ എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിനി ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാം ഇടുന്നില്ല, കുറച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഒരു വശം തന്നെ കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് കളർ മാറി വരുന്നുണ്ട്, ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് ഒത്തിരി കരിഞ്ഞു പോകും. ഇപ്പൊ ഇതും കളർ മാറി വന്നു. ഇപ്പം ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇതെടുക്കാൻ ഞാൻ പോവുകയാണ്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കാം. അടുത്ത സെറ്റും റെഡി ആയിട്ടുണ്ട്. ഞാൻ എടുക്കാൻ പോവാണ്. ഇനി ബാക്കിയിരിക്കുന്ന മാവും ഞാൻ ഇതുപോലെ തന്നെ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി, ചപ്പാത്തിയേക്കാളും കുറെ കൂടെ കനം കുറച്ച് പരത്തി കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ ഡയമണ്ട് കട്ട്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ സ്വീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര പാനിയാക്കാം.
ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടിക്ക് കട്ടിയുള്ള പാത്രത്തിൽ ഈ നേരത്തെ എടുത്തു വെച്ചിരുന്ന 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് 3/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഇളക്കി സിറപ്പാക്കണം. ഇതിങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ ഒഴിച്ചു കഴിയുമ്പോൾ നൂൽ പരുവത്തിൽ വരണം. അതാണ് അതിന്റെ പാകം. ഇനി ഞാൻ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരുന്ന ജീരകപ്പൊടിയും പിന്നെ ചുക്കുപൊടിയും കൂടെ വിതറാൻ പോവാണ്. ഞാൻ ഇളക്കാൻ പോകുന്നു. സിറപ്പ് ഇതിന്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പോവാം. ഇതുപോലെ മിക്സ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഡയമണ്ട് കട്ട്സ് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.